السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഓൺലൈൻ ദൗറയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഉസൂലുസ് സുന്ന എന്ന ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസൂലുസ് സുന്നയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ലഘു ചരിത്രം തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് ഇമാമുസ് സുന്ന എന്ന പേരിൽ അറിയപ്പെട്ടു എന്നത് നമ്മൾ വിശദീകരിച്ചു. അദ്ദേഹം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം, ആദർശം സ്വീകരിച്ച് അത് പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി അദ്ദേഹം സഹിച്ച ത്യാഗം, പ്രത്യേകിച്ചും ഖൽഖുൽ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ വിശദീകരിച്ചു. ആ ഭാഗം നമ്മുടെ മനസ്സിലുണ്ടാകണം എന്നത് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിന്റെ മുമ്പ് ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ചിടത്തോളം പല പണ്ഡിതന്മാരും ഈ ഗ്രന്ഥത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചിട്ടുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതിൽ ചിലത് ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ചിടത്തോളം ഖാളി അബൂ ലൈല അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിലുള്ളതാണ്.
അപ്പൊ ഖാളി അബൂ യഅല അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്, ലൗ റുഹില റജുലുൻ ഇല സീനി ഫീ ത്വലബിഹ ലകാന ഖലീല എന്നാണ് അദ്ദേഹത്തിന്റെ വാചകം. ഇത് പറഞ്ഞത് ഖാളി അബൂ യഅല അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഈ ഗ്രന്ഥം അല്ലെങ്കിൽ ഈ റിസാല, ചെറിയൊരു റിസാലയാണ് യഥാർത്ഥത്തിൽ. ഇത് വളരെ ചെറിയ പേജുകളുള്ള എന്നാൽ ബൃഹത്തായ ആശയമുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ, ഇസ്ലാമിന്റെ അഖീദ പഠിപ്പിക്കുന്ന ചെറിയ ഒരു റിസാല. റിസാല പറഞ്ഞാൽ ചെറിയൊരു സന്ദേശം, ഒരു ലഘു കൃതി. അഖീദയാണ് ഇതിൽ അടിസ്ഥാനപരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയാണ് ഇതിൽ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ അഖീദത്തുൽ വാസിത്തിയ പോലെ ചെറിയ ഒരു ഗ്രന്ഥമാണിത്. ഖാളി അബൂ യഅല അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ലൗ റുഹില റജുലുൻ ഇല സീനി, ഒരാൾ ചൈനയിലേക്ക് യാത്ര പോകുകയാണ്, ഫി ത്വലബിഹ ഉസൂലുസ് സുന്ന എന്ന ഗ്രന്ഥം പഠിക്കാൻ, ലകാന ഖലീല, അത് വളരെ നിസ്സാരമായിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം ഈ ഗ്രന്ഥം അത്രത്തോളം ബൃഹത്തായ ഗ്രന്ഥമാണ് എന്നർത്ഥം. ഒരാൾ ഈ റിസാല തേടി ചൈനയിലേക്ക് പോയാൽ പോലും അത് വളരെ നിസ്സാരമാണ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥത്തിന്റെ മഹത്വം അത്രത്തോളം ഉണ്ട് എന്നർത്ഥം. എന്നാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ ഖാളി അബൂ യഅല അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ ഒരു വാചകത്തിൽ തന്നെ ഈ ഗ്രന്ഥത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഉസൂലുസ് സലാസ പോലെ, അഖീദത്തുൽ വാസിത്തിയ പോലെ ഒരു മുഅ്മിൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം ബേസിക്കായി പഠിച്ചിരിക്കേണ്ട, അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട അഖീദാപരമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ ഗ്രന്ഥത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് എന്നർത്ഥം. അപ്പൊ ഇത് എഴുതിയെടുക്കണം. ആരാണിത് പറഞ്ഞത്? ഖാളി അബൂ യഅല അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ ഓൺലൈനിലൂടെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരും ഇത് എഴുതിയെടുക്കണം. അപ്പൊ എത്രത്തോളം മഹത്വമുള്ള ഗ്രന്ഥമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നർത്ഥം. രണ്ടാമതായിട്ട് ആമുഖമായി പറയാനുള്ളത്, ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. നമ്മൾ നേരത്തെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു തോലിബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം വേണ്ടത് ഇഖ്ലാസാണ്, അതുണ്ടായിരിക്കണം. രണ്ടാമത്, നമ്മളൊരു വിഷയം പഠിക്കുന്നത് അതിൻ്റെതായ രൂപത്തിൽ തന്നെ പഠിക്കണം. ആരാണ്, എന്താണ്, വിഷയത്തിന്റെ മർമ്മം എന്താണ്, അതല്ലാതെ നമ്മളൊരു അടിച്ചുപൊളി പ്രസംഗം നടത്തി നമ്മൾ പോയത് കൊണ്ട് കാര്യമില്ല. ഇൽമ് പഠിക്കേണ്ടതിന്റെ പല രൂപങ്ങളെക്കുറിച്ചും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് മാത്രം ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഇത് യൂനുസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയണ. അദ്ദേഹം പറഞ്ഞത്, ഖാലലി ഇബ്നു ശിഹാബ്, ഇബ്നു ശിഹാബ് എന്നോട് പറഞ്ഞു. ഉസൂലുസ്സുന്ന പഠനം ആരംഭിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ചെറിയൊരു വാചകം. യൂനുസ് റഹ്മത്തുള്ളാഹി അലൈഹി
അദ്ദേഹം പറഞ്ഞത് ഖാലലി ഇബ്നു ശിഹാബ്, ഇബ്നു ശിഹാബ് എന്നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് വലാ തൗഖുദിൽ ഇൽമ ജുംലതൻ, വലാ തൗഖുദ് നീ സ്വീകരിക്കരുത്, അൽ ഇൽമ അറിവ് വിജ്ഞാനത്തെ നീ സ്വീകരിക്കരുത്, ജുംലതൻ. എന്താ ജുംലതൻ? ജുംലത്ത് ഒറ്റടിക്ക്, എല്ലാം പാടെ ഒരുമിച്ച് ഒരു ഗുളിക രൂപത്തിലാക്കണം എന്ന് പറഞ്ഞാൽ ക്യാപ്സ്യൂൾ ആക്കരുത് എന്നർത്ഥം. വലാ തൗഖുദ് അൽ ഇൽമ ജുംലതൻ. ഇത് ഒരു തോലിബുൽ ഇൽമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. ഈ വിഷയത്തിന് ഉണ്ടാവേണ്ടത് ക്ഷമയാണ്, ത്യാഗമാണ്. മൂസാ നബി അലൈഹി സ്വലാമിന്റെയും ഖദിറിന്റെയും ചരിത്രത്തിൽ അത് വരുന്നുണ്ട്. വലാ തൗഖുദ് നീ സ്വീകരിക്കരുത്, അൽ ഇൽമ വിജ്ഞാനത്തെ അറിവിനെ നീ സ്വീകരിക്കരുത്, എടുക്കരുത്, ഉൾക്കൊള്ളരുത്, ജുംലത്തൻ ഒറ്റയടിക്ക് ഒരുമിച്ച്. അതൊരു ഗുളിക രൂപത്തിൽ എടുത്തിട്ട് കഴിക്കാൻ പറ്റിയ ഒന്നല്ല എന്നർത്ഥം. അത് രൂപത്തിലാകരുത്. ഫൈനമൻ റാമ, ഇനി ഒരാളത് എത്തിപ്പിടിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ? അഖദഹു ജുംലത്തൻ, ഇനി ആ രൂപത്തിൽ അതൊറ്റടിക്ക് ഒരാൾ അതിനെ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചാൽ ദഹബ അൻഹു ജുംലത്തൻ, എല്ലാം അവനെ നഷ്ടപ്പെടും, ഒന്നും കിട്ടൂല എന്നർത്ഥം. ഒരു ഫായിദയും അതുകൊണ്ടുണ്ടാവില്ല. അപ്പൊ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കണം. ഫഇന്നമൻ റാമ അഖദഹു ജുംലത്തൻ. അപ്പൊ ഇനി ഒരാളത് ഒറ്റയടിക്കത് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാള് ലക്ഷ്യം വെച്ചാൽ ദഹബ അൻഹു ജുംലത്തൻ, അത് മൊത്തത്തിൽ അവന് നഷ്ടപ്പെടും. കുറെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ഒന്നും അവന്റെ അടുത്തുണ്ടാവില്ല, പ്രയോഗിക്കേണ്ട രൂപത്തിൽ പ്രയോഗിക്കാൻ കഴിയില്ല. വലാകിൻ അശ്ശൈഉ ബഅദ അശ്ശൈഇ, പിന്നെന്താ ചെയ്യേണ്ടത്? വലാകിൻ പക്ഷെ, അശ്ശൈഉ ഒന്ന്, ബഅദ അശ്ശൈഇ മറ്റൊന്നിനു ശേഷം, മഅൽ ലയാലി വൽ അയ്യാമി. അപ്പോ ആദ്യം ഒന്ന്, പിന്നെ അതിന്റെ അടുത്തത്, പിന്നെ അതിന്റെ അടുത്ത സ്റ്റെപ്പ്, അതിന്റെ തർത്തീബ് അനുസരിച്ചിട്ട് ഘട്ടം ഘട്ടങ്ങളായിട്ട്. മഅൽ ലയാലി അതിന് രാത്രികൾ പിടിക്കും, വൽ അയ്യാം ദിവസങ്ങൾ പിടിക്കും. ഇത് ഒരു തോലിബുൽ ഇൽമ് പഠിച്ചു വെക്കേണ്ട ഒരു വാചകമാണ്. ഈ വാചകം യൂനുസ് റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു ശിഹാബ് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു ഉദ്ധരിക്കുന്നതാണ്. ഇബ്നു അബ്ദുൽ ബറിന്റെ ജാമിഉ ബയാനിൽ ഇൽമി വ ഫളിഹി എന്ന ഗ്രന്ഥത്തിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്, 431 പേജിൽ. ഇത് മൊത്തത്തിൽ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ തത്വമാണ്. ഇന്ന് അങ്ങനെയാണല്ലോ, എല്ലാം ഒരുമിച്ച് കിട്ടണം എന്നുള്ള ആഗ്രഹമാണ്. റിസ്ക് എടുക്കാൻ, ത്യാഗം സഹിക്കാൻ, ആ മാർഗത്തിൽ യാത്ര ചെയ്യാൻ, ഇരുന്ന് പഠിക്കാൻ പലർക്കും അതിന് സാധിക്കാറില്ല. പക്ഷെ അതാണ് ഇതിന്റെ രീതി എന്നുള്ളത് നമ്മളെങ്കിലും മനസ്സിലാക്കുക. അപ്പൊ അതിന് രാത്രികൾ, ദിവസങ്ങൾ അതിന് വേണ്ടിവരും. ഒന്നിനു ശേഷം മറ്റൊന്ന്, പിന്നെ മറ്റൊന്ന്, പിന്നെ അടുത്തത്, ഘട്ടം ഘട്ടമായിട്ട് ആ തർത്തീബ് അനുസരിച്ചിട്ട് ഓരോ വിഷയങ്ങളും പഠിക്കണം എന്നർത്ഥം. ഇത് ആമുഖമായിട്ട് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇനി നമ്മൾ ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഉസ്സൂൽ സുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഈ റിസാല, ഇതാരംഭിക്കുന്നത് സനദോട് കൂടിയിട്ടാണ്.
അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ ഇതിന്റെ സനദ് കൃത്യമായി ഉദ്ധരിച്ചിട്ടുണ്ട്. ആ സനദ് നമ്മൾ പഠിക്കണം. കാല, ഞാൻ ആ സനദ് വായിക്കാൻ പോവാണ്. പുസ്തകം നിങ്ങളുടെ കൈകളിൽ ഉണ്ടാകണം, അത് നോക്കണം. കാല ഷെയ്ഖ് അൽ ഇമാം അബുൽ മുലഫർ അബ്ദുൽ മലിക് ബിൻ അലി ബിൻ മുഹമ്മദുൽ ഹംദാനി അദ്ദേഹം പറഞ്ഞു, ഹദ്ദസന, എന്നോട് പറഞ്ഞു, അഷേഖ് അബു അബ്ദില്ല യഹ്യ ബിൻ അബിൽ ഹസൻ ബിനിൽ ബന്ന, അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു. കാല, അദ്ദേഹം പറഞ്ഞു, അഖ്ബർന, എന്നോട് പറഞ്ഞത്, വാലിദി അബു അലിയിൽ ഹസൻ ബിൻ അഹ്മദ് ബിൻ അബ്ദുല്ലാഹി ബിനിൽ ബന്ന ആണ് എന്നോട് പറഞ്ഞത്. കാല, അദ്ദേഹം പറഞ്ഞു, അഖ്ബറന, എന്നോട് പറഞ്ഞത്, അബുൽ ഹുസൈൻ അലി ബിൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ ബിഷ്റാനൽ മുഅദ്ദലാണ്. അദ്ദേഹം പറഞ്ഞത്, കാല, അഖ്ബറന, എന്നോട് പറഞ്ഞത്, ഉസ്മാൻ ബിൻ അഹമ്മദ് ബിൻ സമ്മാഖ്, അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്. കാല, അദ്ദേഹം പറഞ്ഞു, എന്നോട് ഇത് പറഞ്ഞത്, ഹദ്ദസന അബു മുഹമ്മദിൽ ഹസൻ ബിനു അബ്ദുൽ വഹാബ് ബിനു അബിൽ അംബർ, അദ്ദേഹമാണ്, അബുൽ അംബർ ആണ് എന്നോട് പറഞ്ഞത്. ഖിറാഅത്തൻ അലൈഹി മിൻ കിതാബിഹി, അദ്ദേഹം എന്നോട് അത് വെറുതെ പറഞ്ഞതല്ല, ഖിറാഅത്തായിട്ട് വായിച്ചു കേൾപ്പിച്ചിട്ടാണ് പറഞ്ഞത്. മിൻ കിതാബിഹി, അദ്ദേഹത്തിന്റെ കിതാബിൽ നിന്നും, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, അത് വായിച്ചു കേൾപ്പിച്ചിട്ടാണ് അദ്ദേഹം എന്നോട് ഇത് പറഞ്ഞത്. ഫി ഷഹരി റബീഉൽ അവ്വൽ മാസത്തിലാണ് പറഞ്ഞത്. മിൻ സനത്തി സലാസിം വ തിസ്ഈന വ മിഅത്തൈനി, 293 ഹിജ്റ വർഷം 293 റബീഉൽ അവ്വൽ മാസത്തിൽ അദ്ദേഹത്തിന്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് എന്നോട് പറഞ്ഞത്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹദ്ദസന, എന്നോട് ഇത് പറഞ്ഞത്, അബൂ ജഅഫറിൻ മുഹമ്മദ് ബിൻ സുലൈമാന അൽ മിൻഖരിയു അൽ ബസരിയു ബിത്തിന്നീസ്, തിന്നീസിലെ മിൻഖരിയാണ് എന്നോട് പറഞ്ഞത്. തിന്നീസ് എന്നുള്ളത് മിസ്റിലെ ഒരു പട്ടണമാണ്, പട്ടണങ്ങളിൽപ്പെട്ട ഒരു പട്ടണമാണ്, ഒരു നാടാണ് തിന്നീസ്. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്. ഖാല, അദ്ദേഹം പറഞ്ഞത്, ഹദ്ദസനി, എന്നോട് ഇത് പറഞ്ഞത്, അബ്ദൂസ് ബിനു മാലിക്കിൽ അത്തോർ, എന്നോട് ഇത് പറഞ്ഞത് ആരാണ്? അബ്ദൂസ് ബിനു മാലിക്കിൽ അത്തോർ, അബ്ദൂസ് ബിനു മാലിക് അൽ അത്തോർ. ഖാല, അദ്ദേഹം പറഞ്ഞു, സമിഅതു അബാ അബ്ദില്ലാ അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹംബലിൻ യഖൂലു, അദ്ദേഹം അഹ്മദ് ബിൻ ഹംബലിൽ നിന്ന് നേരിട്ട് കേട്ടതാണ്. സമിഅതു, ഞാൻ കേട്ടു. അബാ അബ്ദില്ല, അദ്ദേഹത്തിന്റെ കുഞ്ഞത്താണ്. അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹംബൽ യഖൂലു, അബു അബ്ദില്ല അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഞാൻ കേട്ടു. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ശിഷ്യനാണ് ആര്? അബ്ദൂസ് ബിനു മാലിക് അൽ അത്തോർ. അദ്ദേഹം നേരിട്ട് കേട്ടതാണ്. അദ്ദേഹത്തിൽ നിന്ന് ആര് കേട്ടതാണ്? മുഹമ്മദ് ബിനു അബൂ ജാഫർ മുഹമ്മദ് ബിനു സുലൈമാൻ. അദ്ദേഹത്തിൽ നിന്ന് കേട്ടത് മുഹമ്മദ് ഹസൻ ബിൻ അബ്ദുൽ വഹാബ് ബിനു അബിൽ അംബർ. അങ്ങനെ ആ സനദ് നിങ്ങൾ അതൊന്നുകൂടി വായിക്കുക. ഇതിനാണ് സനദ് എന്ന് പറയുന്നത്. അവത് ഇമാം അഹ്മദ് ബിൻ ഹംബലിൽ നിന്ന് സനദോടുകൂടി വന്നതാണ് ഏത്? ഉസൂലു സുന്ന. സനദ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും.
എന്താണ് സനദ് എന്ന് പറഞ്ഞ? ഹദീസിന്റെ സനദ്, മത്ന്. എന്താണ് സനദ്? അന്ന് എഴുതി വെച്ചോ. സനദ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സിൽസിലത്തുർ റുവാത്തി, സിൽസിലത്തുർ റുവാത്തി അല്ലെങ്കിൽ സിൽസിലത്തുർ റിജാലി ഒക്കെ പറയാം. അൽ മൂസിലത്തു ലിൽ മത്നി ഇലാ ഖായിലിഹി. ഇതാണ് സനദ്. ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ അല്ലെങ്കിൽ ഉസൂലുൽ ഹദീസിൽ അല്ലെങ്കിൽ മുസ്തലഹുൽ ഹദീസിൽ സനദ്, ഹദീസ് അതിന്റെ നമ്മൾ വേറെ പഠിക്കേണ്ട കാര്യമാണ്. ഇവിടെ നമ്മൾ സാന്ദർഭികമായിട്ട് അത് പഠിച്ചിട്ട് പോകണല്ലോ. കാരണം എന്താണ് സനദ് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മൾ സനദ് വായിച്ചു, എന്താണ് സനദ് എന്ന് ചോദിച്ചാൽ കിട്ടാതിരിക്കുന്ന അവസ്ഥ ഉണ്ടായത്. സിൽസിലത്തുർ റിജാലി അല്ലെങ്കിൽ സിൽസിലത്തുർ റുവാത്തി അൽ മൂസിലത്തു ലിൽ മത്നി ഇലാ ഖായിലിഹി ഔസല യൂസിലു ലിൽ മത്നി, മത്ന് സനദ്, ലിൽ മത്നി ഇലാ ഖായിലിഹി. ഖാല ഖായിലുൻ, ഖാല പറഞ്ഞു, ഖായില് പറയുന്നവൻ. സിൽസിലത്തുർ റിജാലി, സിൽസില ചങ്ങല, പരമ്പര, ശൃംഖല. സിൽസിലത്തുർ റിജാലി റിപ്പോർട്ടർമാരുടെ പരമ്പരയാണ് ആ ഹദീസ് അല്ലെങ്കിൽ എന്താണോ മത്തിന്, എന്താണോ സാധനം, അത് ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ശൃംഖല, പരമ്പര. അൽ മൂസിലത്തുൽ മത്തിന്, അത് ഏതുവരെ എത്തണം? മത്തിന് വരെ. ഇലാ ഖായിലിഹി, ഏതുവരെ? അത് ആരാണോ പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു പോലെ ഹദീസാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അത് കേട്ട ഒരു സഹാബി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സഹാബികൾ, പിന്നീട് അവരിൽ നിന്നും താബി അല്ലെങ്കിൽ ഒന്നിലധികം താബിയങ്ങള്, പിന്നെ അവരിൽ നിന്ന് അടുത്താള്, പിന്നെ അവിടുന്ന് അടുത്താള്, പിന്നെ അടുത്താള്, ഒടുക്കം ഇമാം ബുഖാരി. അതിന്റെ ഇടക്ക് വരുന്ന ആളുകള്, ആ ആളുകളുടെ ആ ശൃംഖലക്കാണ് എന്ത് പറയുന്നത്? സനദ് എന്ന് പറയുന്നത്. ഇത് ഇമാം അഹ്മദ് ബിൻ ഹംബലിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യനായ അബ്ദൂസ് ബിൻ മാലിക്കുൽ അത്വാർ നേർക്കുനേരെ കേട്ടു. അദ്ദേഹത്തിൽ നിന്ന് അബൂ ജാഫർ മുഹമ്മദ് ബിൻ സുലൈമാനുൽ മിൻഖരി കേട്ടു. ഇങ്ങനെ ആ ശൃംഖലയാണ് സനദ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഹദീസ് പഠിക്കുമ്പോൾ അതൊന്നുകൂടി വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. മത്തിനെന്താ? മത്തിന് എന്ന് പറഞ്ഞാൽ മാ യൻതഹി ഇലൈഹി സനദ് മിനൽ കലാം, എന്താണോ അയാള് പറഞ്ഞത്, ആ പറഞ്ഞതാണ് ആ ഉള്ളടക്കം. മാ യൻതഹി ഇലൈഹി അസ്സനദ്, മാ ഒന്നാണ്, ഇൻതഹ എത്തിച്ചേരുക, അവസാനിക്കുക, ഇലൈഹി അതിലേക്ക് ഏതെത്തിച്ചേരുന്ന സനദ്, ആ സനദ് എത്തിച്ചേരുന്നു മിനൽ കലാം, ആ സംസാരം. ഇതാണ് മത്തിന്, സനദും മത്തിനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ആ കാര്യം, അതാണെന്ത്? മത്തിന്. ഇതാണ് സനദും മത്തിനും. അപ്പൊ സനദ് സിൽസിലത്തുർ റുവാത്തി അല്ലെങ്കിൽ സിൽസിലത്തുർ റിജാലി, ആളുകളുടെ റിപ്പോർട്ടർമാരുടെ ശൃംഖല, പരമ്പര, കണ്ണി. അൽ മൂസില ലിൽ ഹദീസി, ആ ഹദീസിലേക്ക് എത്തിച്ചേരുന്ന അല്ലെങ്കിൽ ആ മത്തിനിലേക്ക് എത്തിച്ചേരുന്ന. ഇലാ ഖായിലിഹി, ആരാണോ അത് പറഞ്ഞത്, അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ. അതാണ് സനദ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകത,
ഈ ഉസൂലുസ് സുന്ന ഈ രൂപത്തിൽ സനദോടുകൂടി നമുക്ക് ലഭിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു റിസാലയാണ്. സനദുള്ളത് കൊണ്ട് തന്നെ അഹ്ലുസുന്നയുടെ പല പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇത് മൊത്തത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഉസൂലുസ് സുന്നയുടെ വാചകങ്ങൾ മൊത്തത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. പല വാചകങ്ങളും എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. കാരണം ഇത് ഇമാം അഹ്മദ് ബിൻ ഹംബലിലേക്ക് എത്തുന്ന സനദ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് വിശ്വാസയോഗ്യമായി നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചു, തബഉൽ അത്ബാഇൽ നിന്ന് ഇൽമു സ്വീകരിച്ചിട്ടുള്ള കിബാറുകളിൽപ്പെട്ട പ്രഗൽഭനാണ്. അപ്പോൾ സഹാബത്തിൽ നിന്ന് ഇൽമു സ്വീകരിച്ച, ഹദീസ് സ്വീകരിച്ച താബികൾ, ആ താബിങ്ങളിൽ നിന്നും ഇൽമു സ്വീകരിച്ച തബഉ താബികൾ, അവരിൽ നിന്നും ഇൽമു സ്വീകരിച്ചിട്ടുള്ള കിബാറുകളിൽപ്പെട്ട ആളാണ് ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ ഇതിന് പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ ഉദ്ധരിച്ചത് അബുൽ ഹസൻ അൽ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തെറ്റായ ആശയം അശ്അരിയത്ത് വലിച്ചെറിഞ്ഞിട്ട് എന്റെ അഖീദ ഏതാണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചത് എന്റെ അഖീദ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ അഖീദയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ക്ലാസ്സിൽ. അദ്ദേഹത്തിന്റെ അൽ ഇബാന എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ പ്രാധാന്യം കൊണ്ട് തന്നെ അഹ്ലുസുന്നയുടെ പല പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലും ഇത് ഭാഗികമായി അല്ലെങ്കിൽ പൂർണ്ണമായി ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണമായി ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഏത്? ഇമാം ലാലക്കായിയുടെ ഗ്രന്ഥം. ഇമാം ലാലക്കായി. കുറച്ച് സലഫി പണ്ഡിതന്മാരുടെ പേരെങ്കിലും നമ്മൾ പഠിച്ചു വെക്കുക. ലാലക്കായി പ്രഗൽഭനാണ്. നമ്മൾ പലതും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തുദ്ധരിക്കാറുണ്ട്. ലാലക്കായിയുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഷർഹ് ഉസൂലി ഇഅ്തിഖാദി അഹ്ലിസുന്ന വൽ ജമാഅ. ഷർഹ് ഉസൂലി ഇഅ്തിഖാദി അഹ്ലിസുന്ന ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് ലാലക്കായിയുടെ ഗ്രന്ഥത്തിൽ. അതേപോലെ തന്നെ ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് പൂർണ്ണമായി തന്നെ. മനാഖിബുൽ ഇമാം അഹ്മദ് എന്ന ഗ്രന്ഥത്തില് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പൂർണ്ണമായി, ഈ റിസാല പൂർണ്ണമായി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി. അതേപോലെ തന്നെ ഇബ്നു തൈമിയ്യയുടെ പല ഗ്രന്ഥങ്ങളിലും മിൻഹാജുസ് സുന്ന, മജ്മൂ ഫതാവ ഇതിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ ബർബഹാരിയുടെ ഗ്രന്ഥം, ബർബഹാരി അഹ്ലുസുന്നയുടെ പ്രഗൽഭനായ പണ്ഡിതനാണ് ഇമാം ബർബഹാരി. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലിയാഉദ്ദീനുൽ മഖ്ദസി പ്രഗൽഭനാണ്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പലരുടെയും ഗ്രന്ഥങ്ങളിൽ ഈ ഉസൂലുസ് സുന്ന പൂർണ്ണമായോ ഭാഗികമായോ ഇസ്ലാമിന്റെ അഖീദ, അഹ്ലുസുന്നയുടെ അഖീദ പഠിപ്പിക്കാൻ പലരും എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇമാം അഹ്മദ് ബിൻ ഹംബലിന് ഉണ്ടായിരുന്ന സ്ഥാനം, അദ്ദേഹത്തിന്റെ അഖീദയാണ് യഥാർത്ഥത്തിലുള്ള അഖീദ എന്നുള്ളതൊക്കെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇതൊക്കെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരാണ്. ഇമാം ലാലക്കായി, ഇബ്നുൽ ജൗസി, ഇബ്നു തൈമിയ്യ ഇവരൊക്കെ എടുത്തുദ്ധരിച്ചിട്ടുണ്ട് എന്നർത്ഥം. അത് നമ്മൾ മനസ്സിലാക്കുക. അവസാനതിനെ പറ്റി പറഞ്ഞു. ഇനി അബ്ദൂസ് ബിൻ മാലിക്കുൽ അത്വാർ അദ്ദേഹം ഉദ്ധരിക്കാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഞാൻ കേട്ടു. ഇനി ഗ്രന്ഥം തുടങ്ങാണ്. ഉസൂലുസ് സുന്നത്തി ഇൻദന, ഉസൂലുസ് സുന്നത്തി ഇൻദന
അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇഖ്തിദാഉ ബിഹിം. അതിലെ ഓരോ പദങ്ങളും നോക്കണം. ഉസൂലുസ് സുന്നതി ഇൻദനാ അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇഖ്തിദാഉ ബിഹിം. ഉസൂലുസ് സുന്നത്തി ഇൻദനാ. ഉസൂല് അസ്ലുൻ ജംഉ ഉസൂൽ. അസ്ലുൻ ജംഉഹു ഉസൂൽ. അസ്ലുൻ മുഫ്രദ് ഏകവചനാണ്. ജംഉഹു ഉസൂൽ. അസ്ലുൻ എന്താ അർത്ഥം? മാ മഅന അസ്ൽ? അസ്ല് മാ യുബ്ന അലൈഹി ഗൈറുഹു. ഇതാണ് അസ്ലുൻ. അസ്ലിന്റെ അർത്ഥം മാ യുബ്ന അലൈഹി ഗൈറുഹു. മാ യുബ്ന അലൈഹി ഗൈറുഹു. മാ ബന യബ്നി യുബ്ന അലൈഹി ഗൈറുഹു. ഇതാണ് അസ്ല്. അസ്ലിന്റെ അർത്ഥം എന്താണ്? അസ്ല് മാ യുബ്ന അലൈഹി ഗൈറുഹു. മാ യുബ്ന അലൈഹി ഗൈറുഹു. മാ ഒന്നാണ്. യുബ്ന നിർമ്മിക്കുന്നു, നിർമ്മിക്കപ്പെടുന്നു, ഉണ്ടാക്കപ്പെടുന്നു. അലൈഹി അതിനു മീതെ ഗൈറുഹു ബാക്കിയുള്ളതൊക്കെ. അപ്പൊ അതിന്റെ മീതെയാണ് ബാക്കി എല്ലാം നിർമ്മിക്കപ്പെടുന്നത്. അപ്പൊ അതെന്താ? അതാണ് അസ്ല്. അടിത്തറ എന്നർത്ഥം പറയാം. അസ്ലുൻ അടിത്തറ. അതാണ് മാ യുബ്ന നിർമ്മിക്കുന്നു, നിർമ്മിക്കപ്പെടുന്നു. അലൈഹി അതിന്റെ മീതെ. ഒരു ബിൽഡിങ് ആദ്യം എന്താ നിർമ്മിക്കുന്നത്? അടിത്തറയാണ്, തറയാണ്. അതാണ് മാ യുബ്ന അലൈഹി ഗൈറുഹു. അതിന്റെ മീതെയാണ് മറ്റേത് നിർമ്മിക്കുന്നത്. അപ്പൊ അതിന്റെ തൂണുകൾ, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം അടിത്തറയിലാണ്. അതാണ് അസ്ല്. ഏതൊന്നിന്റെ മീതെയാണോ ബാക്കിയുള്ളതെല്ലാം നിർമ്മിക്കപ്പെടുന്നത് അതിനെയാണ് അസ്ലുൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചെറിയൊരു വിഷയമല്ല എന്നർത്ഥം. ഇത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ വിശദീകരിക്കുന്നത് ഈ അടിത്തറയാണ്. ഇതാണ് അതിന്റെ ഒരർത്ഥം. പിന്നെ ഉസൂല് എന്നുള്ളതിന്റെ രണ്ടാമത്തെ ഒരർത്ഥം അദ്ദലീൽ, തെളിവ്. എന്താ ദലീൽ? തെളിവ്. ഹുജ്ജത്ത് എന്നുള്ള അർത്ഥം. തെളിവ്, രേഖ, പ്രമാണം. ഉസൂലുസ് സുന്നത്തി, സുന്നത്തിന്റെ അടിത്തറ അല്ലെങ്കിൽ അടിത്തറകൾ അല്ലെങ്കിൽ അടിസ്ഥാനം, അതിനാണ് ഉസൂല്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അർത്ഥം. എന്തിന്റെ അടിത്തറ? സുന്നത്തിന്റെ അടിത്തറ. ഉസൂല്, ഉസൂലുൽ ഹദീസ്, ഉസൂലുൽ ഫിഖ്ഹ് കേട്ടിട്ടില്ലേ? എന്തൊരു വിഷയം പറഞ്ഞാലും ഉസൂല് പറയും. ഉസൂല്, ഉസൂലുൽ ഫിഖ്ഹ്, ഉസൂലുൽ ലുഗത്തി, ഉസൂലുൽ ഹദീസ്.
ഏതൊരു സംഗതിക്കും ഉസൂലുകൾ ഉണ്ടാവും. ആ ഉസൂല് തിരിഞ്ഞിട്ടില്ലെങ്കിലോ എന്താണ് സംഗതി എന്നുള്ളത് ഒരിക്കലും പിടുത്തം കിട്ടൂല. ചില ആളുകൾ കുറെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും, പക്ഷെ ഉസൂൽ എന്താന്നുള്ളത് തിരിഞ്ഞിട്ടുണ്ടാവില്ല. ഏതൊരു സംഗതിക്കും അടിസ്ഥാന നിയമങ്ങൾ ഉണ്ടാവും, അടിത്തറ ഉണ്ടാവും. അത് ഭൗതികമായ വിഷയങ്ങളാണെങ്കിൽ, ഒരു സയൻസിന്, ഒരു മാത്സിന്, എന്തൊരു സംഗതിയാണെങ്കിലും അതിന് അടിസ്ഥാനപരമായ ചില തത്വങ്ങൾ ഉണ്ടാവും, അടിസ്ഥാനപരമായ ചില നിയമങ്ങൾ ഉണ്ടാവും. അതാണ് ഉസൂല്. അപ്പൊ ഉസൂലുൽ ഹദീസ്, ആ ഹദീസിന്റെ അടിസ്ഥാന നിയമങ്ങളുണ്ട്, അടിസ്ഥാന തത്വങ്ങൾ. അതാണ് അതിന്റെ അടിത്തറ. അത് തിരിഞ്ഞിട്ടില്ലെങ്കിൽ, അത് തിരിയാത്ത ഒരാൾക്ക് ഹദീസിനെ പറ്റി തിരിയില്ല. അതേപോലെ ഫിഖ്ഹ്, അതിനെന്തുണ്ടാവും? ഒരു ഉസൂലുണ്ട്. ആ ഉസൂല് തിരിഞ്ഞോനെ അത് തിരിയുള്ളൂ. അതല്ലാതെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളൊക്കെ ഒരാള് ഹിഫ്ളാക്കിയതുകൊണ്ട് കാര്യമില്ല. ആ ഉസൂല് തിരിയണം. നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറയാറുണ്ട്, അല്ലേ, എനിക്ക് എന്ത് ഉസൂല തിരിയല് വെച്ചല്ലേ. അതാണ് ഉസൂല്. മാത്രല്ല പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, മൻ ഹുരിമൽ ഉസൂല. ഇത് പഠിച്ചു വെച്ചോളി. മൻ ഹുരിമൽ ഉസൂല ഹുരിമൽ ഉസൂൽ. മൻ ഹുരിമൽ ഉസൂല, മൻ ഹുരിമ, മൻ ഹുരിമ ഹറാം, മൻ ഹുരിമ ഹറാം അന്നെ, മൻ ഹുരിമ അൽ ഉസൂല, ഹുരിമൽ ഉസൂൽ. ഹുരിമൽ ഉസൂൽ, ഒന്ന് ഉസൂല്, മറ്റൊന്ന് ഉസൂല്. വസ്വല, ഉസൂല്. ഇതൊരു തത്വമാണ്. ഇത് തിരിഞ്ഞിട്ടില്ലെങ്കിൽ മൊത്തം പ്രശ്നമാണ്. അതാണ് മൻ ഹുരിമൽ ഉസൂല ഹുരിമൽ ഉസൂല, ഹുരിമൽ ഉസൂലു, മൻ ഹുരിമൽ ഉസൂല ഹുരിമൽ ഉസൂലു. മൻ ഹുരിമൽ ഉസൂല, ഉസൂല് ആർക്ക് തടയപ്പെട്ടോ, നിഷേധിക്കപ്പെട്ടോ, ആർക്ക് ലഭിക്കാതെ പോയോ, ആർക്ക് കിട്ടാതെ പോയോ, ഉസൂല്. ഇത് ഹദീസോ ഫിഖ്ഹോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉസൂല് സുന്ന എന്തോ ആകട്ടെ, ഉസൂല് ആർക്ക് തടയപ്പെട്ടോ ഹുരിമൽ ഉസൂൽ, അവന് ഉസൂലും തടയപ്പെട്ടു. എന്താ അതിന്റെ അർത്ഥം? വസ്വല, അതിലേക്കുള്ള പ്രവേശനം, അതിലേക്ക് എത്തിച്ചേരുക. ആ ഉസൂല് തിരിയാത്ത ഒരാൾക്ക് ആ വിഷയം ഒരിക്കലും പഠിക്കാൻ കഴിയില്ല. ഉസൂല് ആർക്ക് തടയപ്പെട്ടോ, അല്ലെങ്കിൽ ഉസൂല് ആർക്ക് ലഭിച്ചില്ലയോ അവന് ഉസൂല് തടയപ്പെട്ടു. അതായത് എന്താണോ അതിന്റെ അടിസ്ഥാന ലക്ഷ്യം, ആ അടിസ്ഥാന ലക്ഷ്യത്തിലേക്ക് ഈ ഉസൂല് കൊണ്ടല്ലാതെ ഒരാൾക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല. അത് ഹദീസ് ആകട്ടെ, ഫിഖ്ഹ് ആകട്ടെ, അത് ഭാഷ ആകട്ടെ, എന്താകട്ടെ, അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട സംഗതിയാണ് ഉസൂൽ. ഇതൊക്കെ ഷെയ്ഖ് ഉസൈമീന്റെ പല ഗ്രന്ഥങ്ങളിലുണ്ട്. അഹ്ലുസുന്നന്റെ പല പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചിട്ടുണ്ട്, ഈ തത്വട്ടോ. മൻ ഹുരിമൽ ഉസൂൽ, ഒരാൾക്ക് ഉസൂല് തടയപ്പെട്ടാൽ ഹുരിമൽ ഉസൂൽ, അവന് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. എന്താണോ അവൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഇൽമ്, ആശയം, ആദർശം, അതിലേക്ക് ഈ നിയമങ്ങൾ കൊണ്ടല്ലാതെ, ഈ തത്വങ്ങൾ കൊണ്ടല്ലാതെ, ഈ അടിത്തറകൾ കൊണ്ടല്ലാതെ ഒരാൾക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല. അപ്പൊ അഹ്ലുസുന്നത്താണെന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ ഉസൂലുകളെ കുറിച്ച് അറിയണം. ഉസൂലുകളെ കുറിച്ച് അറിയാതെ ഒരാൾക്ക് അഹ്ലുസുന്നത്തിലേക്ക് എത്തിച്ചേരാൻ, അഹ്ലുസുന്നത്തിന്റെ ആദർശം സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും സാധ്യമല്ല. അതാണ് ഉസൂല്. ഉസൂലു സുന്നത്തി, സുന്നത്തിന്റെ ഉസൂല് അടിത്തറയാണ്. അസ്സുന്ന, അസ്സുന്ന, സുന്നത്ത് പണ്ഡിതന്മാർ പല രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്.
ഒന്ന്, എന്താണ് സുന്നത്ത്? ഒന്ന്, അസ്സുന്നത്തു ഇൻദൽ മുഹദ്ദിസീൻ, മുഹദ്ദിസീങ്ങളുടെ അടുത്ത് സുന്നത്ത് എന്താ? മുഹദ്ദിസീങ്ങൾ ആരാ? മുഹദ്ദിസ്. അസ്സുന്നത്തു ഇൻദൽ മുഹദ്ദിസീൻ, ഒന്ന്, മുഹദ്ദിസീങ്ങളുടെ അടുത്ത്, ഹദീസ് പണ്ഡിതന്മാരുടെ അടുത്ത് സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അത് മാ ജാഅ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖരീറിൻ. മാ ജാഅ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ ജാഅ മാനുഖില, നമുക്ക് അവിടെ എന്ത് ചെയ്താ നമുക്ക് ലഭിച്ചത്, അല്ലെങ്കിൽ മാ റുവിയ. മാ ജാഅ നമുക്ക് വന്ന് കിട്ടിയതാണ്, വന്നെത്തിയതാണ്. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നമുക്ക് ലഭിച്ചതാണ്. മിൻ ഖൗലിൻ, അദ്ദേഹത്തിന്റെ ഖൗലുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞതായി. ഔ ഫിഅലിൻ, അല്ലെങ്കിൽ ചെയ്തു. ഔ തഖരീറിൻ, തഖരീർ അനുവാദം നൽകിയത്. വേറെ ചില ആളുകൾ അതിന്റെ കൂടെ ഔ സിഫത്തിൻ ഖൽഖിയ്യ ഔ ഖുൽഖിയ്യ ഔ ഖുലുഖിയ്യ എന്നുകൂടി ചില ആളുകൾ ചേർത്തതായിട്ട് കാണാം. ഔ സിഫത്തുൻ ഖൽഖിയ്യ, സൃഷ്ടിപരമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങൾ. സിഫത്ത് ഖൽഖിയ്യ, ഖലഖ സൃഷ്ടിച്ചു, ഖൽഖിയ്യ സൃഷ്ടിപരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിഫത്തുകൾ കൂടി അതിൽ പെടുത്തിയിട്ടുണ്ട്. ഔ ഖുലുഖിയ്യ, ഖുലുഖ് എന്താ? സ്വഭാവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ മുഹദ്ദിസീങ്ങൾ എന്തിൽ പെടുത്തിയിട്ടുണ്ട്? സുന്നത്തിൽ പെടുത്തിയിട്ടുണ്ട്. ഖുലുഖ് സ്വഭാവം. ഇതാണ് മുഹദ്ദിസീങ്ങൾ സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇതാണ് മാ ജാഅ, വന്നതെന്താണോ അതാണ്. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്നിട്ടുള്ള മിൻ ഖൗലിൻ പ്രവാചകന്റെ വാക്കുകൾ, ഔ ഫിഅലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾ, ഔ തക്രീരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്ത കാര്യങ്ങൾ, ഔ സിഫത്തിൻ ഖൽഖിയ്യ അദ്ദേഹത്തിന്റെ സൃഷ്ടിപരമായിട്ടുള്ള വിശേഷണങ്ങൾ, ഔ ഖുലുഖിയ്യ അല്ലെങ്കിൽ സ്വഭാവപരമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങൾ. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് സുന്നത്തി എന്ന പദം ആര് പ്രയോഗിക്കുന്നത്? മുഹദ്ദിസീങ്ങൾ പ്രയോഗിക്കുന്നത്. 2, ഇൻദൽ ഉസൂലിയീന. ഇനി ഉസൂലി പണ്ഡിതന്മാരുടെ അടുത്ത് സുന്നത്ത് എന്താണ്? ഇൻദൽ ഉസൂലിയീന അല്ലെങ്കിൽ ഇന്ദ ഉലമാഇൽ ഉസൂലി. നിങ്ങൾക്ക് സൗകര്യമില്ല പോലെ ഇതാ ഉസൂലി പണ്ഡിതന്മാർ. അവരും ഏതാണ്ട് ഈ രൂപത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ വ്യത്യാസം എന്താ വെച്ചാല് ഉസൂലി പണ്ഡിതന്മാര് സുന്നത്തിനെ കാണുന്നത് ഒരു തെളിവായിട്ടാണ്. അഹ്കാമുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പ്രമാണം ഖുർആന്, ഹദീസ്, ഇസ്ലാമിക സ്രോതസ്സില് അതിന്റെ രണ്ടാമത്തെ
അതിന്റെ പ്രാധാന്യത്തോടു കൂടി അവര് തെളിവുകൾ പിടിക്കാൻ ആ രൂപത്തിലാണ് അവര് ഉസൂലി പണ്ഡിതന്മാര് സുന്നത്തിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഇതേ അർത്ഥം തന്നെയാണ്. മാ ജാഅ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീർ. അത് അവരൊരു തെളിവ് എന്നുള്ള അർത്ഥത്തിലാണ് അവർ കാണുന്നത്. അങ്ങനെയാണ് ഈ വ്യത്യാസം വരുന്നത്. എന്നാൽ മുഹദ്ദിസീങ്ങളാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഉസ്വത്ത്, അദ്ദേഹത്തിന്റെ ആ മാതൃക ആണ് അവർ കൂടുതൽ പ്രൊമോട്ട് ആ രൂപത്തിലാണ് അവർ കാര്യങ്ങൾ വിശദീകരിച്ചത്. ആ രൂപത്തിലാണ് അവരുടെ വിശദീകരണങ്ങൾ പോകുന്നത്. ഉസൂൽ എന്ന് പറഞ്ഞാൽ ഉസൂലി പണ്ഡിതന്മാര് അതൊരു തെളിവ് എന്നുള്ള രൂപത്തിലാണ്, ഇസ്ലാമിൽ തെളിവ് പിടിക്കുന്ന ഒരു പ്രമാണം എന്നുള്ള അർത്ഥത്തിലാണ് അവർ സുന്നത്തിനെ വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകള്, അഫ്ആലുകള്, അദ്ദേഹം അനുവാദം കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ദീനിൽ തെളിവാണ്. ആ രൂപത്തിലാണ് അവർ കാര്യങ്ങൾ പറഞ്ഞത്. ഇനി ഇൻദൽ ഫുഖഹായി, ഫുഖഹാക്കളുടെ അടുത്ത് സുന്നത്ത് ഇൻദൽ ഫുഖഹായി, ഫഖീഹ്, ഫുഖഹാ, ഫുഖഹാക്കളുടെ അടുത്ത് അവര് സുന്നത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മാ യുസാബു അലാ ഫിഅലിഹി വലാ യുആഖബു അലാ തർക്കിഹി. മാ യുസാബു അലാ ഫിഅലിഹി വലാ യുആഖബു അലാ തർക്കിഹി. മാ യുസാബു സവാബ്, പ്രതിഫലം. മാ യുസാബു അലാ ഫിഅലിഹി വലാ യുആഖബു അലാ തർക്കിഹി. ആഖബ, ഫുഖഹാക്കള് സുന്നത്തിനെ വിശദീകരിച്ചത് മാ യുസാബു അലാ ഫിഅലിഹി. എന്താ അതിന്റെ അർത്ഥം? മാ യുസാബു പ്രതിഫലം ലഭിക്കും, അലാ ഫിഅലിഹി അത് ചെയ്താല്, പ്രവർത്തിച്ചാല്, വലാ യുആഖബു ശിക്ഷിക്കപ്പെടുകയില്ല, അലാ തർക്കിഹി അത് ഒഴിവാക്കിയാൽ. ഇത് ഫുഖഹാക്കളുടെ അടുത്ത്. ഇതാണ് സുന്നത്തിന്റെ നിർവചനം. തഅരീഫു സുന്ന ഇതാണ്. സുന്നത്തിന്റെ നിർവചനമായിട്ട് ഫുഖഹാക്കൾ പറഞ്ഞത് മനസ്സിലായല്ലോ. മാ യുസാബു അലാ ഫിഅലിഹി ചെയ്താല് പ്രതിഫലുണ്ട്, വലാ യുആഖബു അലാ തർക്കിഹി തറക്ക ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ കാര്യം. ഫുഖഹാക്കൾ അതങ്ങനെ വിശദീകരിക്കാനുള്ള കാരണം അവര് ഒരു മനുഷ്യന് ബാധകമാകുന്ന നിയമങ്ങള്, വിധികളെ കുറിച്ച് പറഞ്ഞെടുത്ത് വാജിബ്, ഫറള്, ഹലാല്, മക്റൂഹ് ഇങ്ങനെ അവർ വിശദീകരിച്ച കൂട്ടത്തിലാണെന്ത് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ചെയ്താല്, കാരണം വാജിബാത്തുകളെ വേർതിരിക്കണം. ഒന്ന് നിർബന്ധമാണ്. ഒരു മനുഷ്യന് ചെയ്യേണ്ട കാര്യങ്ങള് രണ്ട് രൂപത്തിലുണ്ടാവും. ഒന്ന് നിർബന്ധമായിട്ടും അയാൾ ചെയ്യേണ്ടതുണ്ടാവും, ഫറള് അല്ലെങ്കിൽ വാജിബ്. അപ്പൊ അതിൽ നിന്ന് അവര് വേർതിരിച്ചു ഫുഖഹാക്കള്. അപ്പൊ അവര് സുന്നത്തിന് ഫുഖഹാക്കള് കൊടുത്ത നിർവചനാണ് ചെയ്താൽ പ്രതിഫലവും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമായ കാര്യം. ഇനി മൂന്നെണ്ണായി. ഒന്ന് ഖൗലുൽ മുഹദ്ദിസീൻ, ഖൗലുൽ ഉസൂലിയീൻ, ഖൗലുൽ ഫുഖഹായി. ഇനിയുള്ളത് ഇന്ദ ഉലമാഇ തൗഹീദി അല്ലെങ്കിൽ ഉലമാഇൽ അഖീദ, അഖീദയുടെ പണ്ഡിതന്മാരുടെ അടുത്ത് സുന്നത്ത് അല്ലെങ്കിൽ തൗഹീദിന്റെ പണ്ഡിതന്മാരുടെ അടുത്ത് സുന്നത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? ഇന്ദൽ ഉലമാഇ തൗഹീദ് അല്ലെങ്കിൽ ഇന്ദൽ ഉലമാഇൽ അഖീദ, വിശ്വാസപരമായ കാര്യങ്ങള്, അഖീദ
അത് പഠിപ്പിച്ച പണ്ഡിതന്മാർ സുന്നത്തിനെ വിശദീകരിച്ചത് അന്നൽ ഇസ്ലാമ ഹുവ സുന്ന വസ്സുന്നത്തു ഹിയൽ ഇസ്ലാം. അന്നൽ ഇസ്ലാമ ഹുവ അസ്സുന്ന വസ്സുന്നത്തു ഹിയൽ ഇസ്ലാം. ഇത് ഇമാം ബർബഹാരി പറഞ്ഞതാണ്. ഇമാം ബർബഹാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഷർഹുസ്സുന്ന എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹത്തിന്റെ വാചകം എങ്ങനെയാണ്? യഅലമൂ, നിങ്ങൾ അറിയണം, അന്നൽ ഇസ്ലാമ, തീർച്ചയായും ഇസ്ലാമാകുന്നു, ഇസ്ലാമാണ് ഹുവസ്സുന്ന, ഇസ്ലാം തന്നെയാണെന്ത്? സുന്നത്ത്. വസ്സുന്നത്തു, സുന്നത്ത് തന്നെയാണ് ഹിയൽ ഇസ്ലാം, എന്ത്? ഇസ്ലാം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വലാ യഖൂമു അഹദുഹുമാ ഇല്ലാ ബിൽ ആഖർ, ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽപ്പില്ല. സുന്നത്തില്ലാതെ ഇസ്ലാമിനോ ഇസ്ലാമില്ലാതെ സുന്നത്തിനോ നിലനിൽപ്പില്ല, നിലനിൽക്കാൻ കഴിയില്ല. ഇത് ബർബഹാരിയുടെ പ്രസിദ്ധമായ വാചകങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇതാണ് സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ എന്താ വെച്ചാൽ കൂടുതൽ ഷാഫി മദ്ഹബ് പ്രചരിച്ചത് കൊണ്ട് സുന്നത്തിനോടുള്ള സമീപനത്തിൽ തന്നെ നമുക്ക് മാറ്റങ്ങൾ വന്നു. വേണമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ള രീതിയിലേക്ക് ആളുകൾ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. ഷാഫി ഫുഖാക്കളിൽ തന്നെ വളരെ ചെറിയ ആളുകൾ മാത്രമാണ് ആ നിർവചനം പറഞ്ഞിട്ടുള്ളത്. അവര് നിർബന്ധം, വാജിബ്, ഫർള്, അതിൽ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ, ഐച്ഛികമായ കാര്യങ്ങളെ വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ അത് പ്രയോഗിച്ചിട്ടുള്ളത്. മുസ്താഹബ് അല്ലെങ്കിൽ സുന്നത്ത് എന്നുള്ളതൊക്കെ അവര് പ്രയോഗിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ ആ നിർവചനത്തിൽ പിടിച്ചിട്ട് എന്ത് ചെയ്തു? സുന്നത്തിനെ തന്നെ പരിഹസിക്കുകയും കളിയാക്കുകയും അല്ലെങ്കിൽ നിസ്സാരവൽക്കരിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. അത് നമ്മൾ വേറെ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ ഉസൂലി അല്ല സലഫി പണ്ഡിതന്മാരൊക്കെ തന്നെ മൊത്തത്തിലാണ് സുന്നത്തിനെ കണ്ടിട്ടുള്ളത്. ബർബഹാരി പറഞ്ഞതുപോലെ ഇസ്ലാമാണെന്ത്? അന്നൽ ഇസ്ലാമ ഹുവ സുന്ന, മൊത്തത്തിൽ ഇസ്ലാം ആണ് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും, അദ്ദേഹത്തിന്റെ സീറ, അദ്ദേഹത്തിന്റെ ജീവിതം, മൊത്തത്തില് വസ്സുന്നത്തു, സുന്നത്ത് തന്നെയാണ് എന്ത്? ഹിയൽ ഇസ്ലാം. വലാ യഖൂമു അഹദുഹുമാ ഇല്ലാ ബിൽ ആഖരി, ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽക്കാൻ കഴിയില്ല. ഈ രൂപത്തിലാണ് അഖീദയുടെ, തൗഹീദിന്റെ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ സുന്നത്തിനെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ബാക്കിയുള്ള വിശദീകരണങ്ങൾ നമുക്ക് പിന്നെ അത് പഠിക്കാവുന്നതാണ്. ഉസൂലുസുന്നത്തി, ഇനി ഗ്രന്ഥത്തിലേക്ക് വരാം. ഉസൂലുസുന്നത്തി, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ് ഉസൂല് എന്നത് വിശദീകരിച്ചു. അസുന്ന, എന്താണ് സുന്നത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? മുഹദ്ദിസീങ്ങൾ പറഞ്ഞത്, ഉസൂലി പണ്ഡിതന്മാർ പറഞ്ഞത്, ഫുഖഹാക്കൾ പറഞ്ഞത്, അഖീദ വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞത് ഒക്കെ നമ്മൾ വിശദീകരിച്ചു. ഇനി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഉസൂലുസ് സുന്നത്തി, സുന്നത്തിന്റെ അടിത്തറ. അസുന്ന, ഇവിടെ സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മൊത്തത്തിൽ ഇസ്ലാം തന്നെ, അല്ലെങ്കിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാ. ഇനി നമ്മൾ പണ്ട് പഠിച്ച മദ്രസയിൽ പഠിച്ച അയ്മന്തി നമ്മൾ വിടുക. ഉസൂലുസ് സുന്ന, ചെയ്താൽ കൂലുണ്ട്, ഉപേക്ഷിച്ചാൽ ഇഷ്ടമില്ലാത്തതിന്റെ അടിത്തറകളാവുന്നു. ഇനി അത് പറയരുത്. അസുന്ന എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അൽ ഇസ്ലാം, അല്ലെങ്കിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അതാണ് ഇവിടെ സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, മൊത്തത്തിൽ ഇസ്ലാം. അവന് ആദ്യം പഠിച്ച നിർവചനത്തിൽ നിന്ന് വേറിട്ട് പോരെ. ഉസൂലുസ് സുന്നത്തി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിത്തറ, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അടിത്തറ.
ഇൻദനാ എന്താ ഇൻദ അടുത്ത്, ഇന്ദി എന്റെ അടുത്ത്, ഇൻദക്കും നിങ്ങളുടെ അടുത്ത്, ഇൻദഹു അവന്റെ അടുത്ത്, ഇൻദനാ നമ്മുടെ അടുത്ത്. നമ്മുടെ അടുത്ത് സുന്നത്തിന്റെ അടിത്തറ. വളരെ ബേസിക് ആയിട്ടുള്ള തത്വമാണ്, അടിസ്ഥാനാണ് പറയുന്നത്. അത് പഠിക്കൽ നിർബന്ധമാണ്. ഇത് നമുക്ക് ആധികാരികമായിട്ട് എടുത്തുദ്ധരിക്കാൻ പറ്റുന്ന ഗ്രന്ഥാണ്, തെളിവായിട്ട് ഉദ്ധരിക്കാൻ പറ്റുന്ന ഗ്രന്ഥാണ്. ഐന്ദന നമ്മുടെ അടുത്ത്. നമ്മുടെ അടുത്ത് പറഞ്ഞാല് ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ അടുത്ത് നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഐന്ദന നമ്മുടെ അടുത്ത് അഹ്ലുസുന്നത്തിന്റെ അടിത്തറ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അടിത്തറ. നമ്മുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഇൻദ അസ്സലഫിയീൻ അല്ലെങ്കിൽ ഇൻദ അഹ്ലുസുന്ന വൽ ജമാഅ അല്ലെങ്കിൽ ഇൻദ ത്വായിഫത്തിൽ മൻസൂറ അല്ലെങ്കിൽ ഇൻദ ഫിർഖത്തുൻ നാജിയ. അതാണ് ഇൻദന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇൻദന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇതിന്റെ അറബിയിലുള്ള ഷറഹുകൾ ഒരുപാടുണ്ട്. ഷെയ്ഖ് റബീബിന് ഹാദി അൽ മദ്ഖലിന്റെ അടക്കം, അതേപോലെ തന്നെ സഈദ് റസ്ലാന്റെ അടക്കമുള്ള ഷറഹുകളിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഇൻദന എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇവിടെ നമ്മുടെ അടുത്ത്, അതായത് ഇൻദ അഹ്ലുസുന്ന വൽ ജമാഅ അല്ല ഇൻദ സലഫിയീൻ, സലഫികളുടെ അടുത്ത് സുന്നത്തിന്റെ അടിത്തറ, ഇസ്ലാമിന്റെ അടിത്തറ, അല്ലെങ്കിൽ ത്വായിഫത്തുൽ മൻസൂറ വിജയിക്കുന്ന കക്ഷി. അതാണ് ത്വായിഫത്തുൽ മൻസൂറ അല്ലെങ്കിൽ ഫിർഖത്തുൻ നാജിയ. ഇതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഷറഹുകളും ഇതിനുണ്ട് സുലസുന്നക്ക്. അപ്പൊ എന്തായി? ഉസൂലുസ്സുന്നത്തി ഇൻദനാ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അല്ലെങ്കിൽ അടിത്തറ ആരുടെ അടുത്ത്? സലഫികളുടെ അടുത്ത് അല്ലെങ്കിൽ വിജയിക്കുന്ന കക്ഷിയുടെ അടുത്ത് അല്ലെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടുത്ത് സുന്നത്തിന്റെ അടിത്തറ എന്താണ്? അതാണ് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇസ്ലാമിന്റെ അടിത്തറ നമ്മുടെ അടുത്ത്, സലഫികളുടെ അടുത്ത്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാനം, അടിത്തറ. അത്തമസ്സുകു, തമസ്സുക്കാണ്. തമസ്സക, മസക എന്നാണ് അതിന്റെ പദം. മസക അംസക ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താ മസക? പിടിച്ചു. മസക പിടിച്ചു. തമസ്സക ആ രൂപത്തില് ആ വസ്നിൽ വരുമ്പോ മുറുകെ പിടിക്കുക എന്നർത്ഥം. ഇഅ്തസമാന, ഇഅ്തിസാം. വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅ. ഇഅ്തസമ എന്നാണ് തമസ്സക്കന്റെ അർത്ഥം. ഇഅ്തിസാം, ഇഅ്തസമ. വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅ. അല്ലാഹുവിന്റെ ഹബലിൽ നിങ്ങൾ മുറുകെ പിടിക്കണം. അതിനാണ് തമസ്സക, മുറുകെ പിടിക്കുക, മുറുക്കി പിടിക്കുക. ഇഅ്തിസാം, ഇഅ്തസമ. അത്തമസ്സുകു, അത്തമസ്സുകു മുറുകെ പിടിക്കലാണ്. അത്തമസ്സുകു മുറുകെ പിടിക്കണം. ബിമ ഒന്നിനെ. ഏതൊന്നിനെ? കാന ആയിരുന്നു, കാന ആയിരുന്നു, അലൈഹി അതിന്റെ മേൽ ആയിരുന്നു, അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ഹാബ് കാന ആയിരുന്നു, അലൈഹി അതിന്റെ മേൽ. ആരായിരുന്നു? അസ്ഹാബു. അസ്ഹാബ് സ്വഹാബിയുൻ ജംഉഹു അസ്ഹാബ്.
സ്വഹാബിയുൻ ജംഉഹു അസ്ഹാബ്. സ്വഹാബിയുൻ സ്വഹിബ എന്നാണ് പദം. സ്വഹിബ സ്വഹിബ യസ്ഹബു സഹവസിച്ചു എന്നാണ്. ഒരാളുടെ കൂടെ കൂടെ സഹവസിക്കുക എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. സാഹിബ്. ഖുർആനിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സാഹിബ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സാഹിബ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് അല്ലേ? ഇത് ഖാല, ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ വമാ സാഹിബുക്കും ബിമജ്നൂൻ. സാഹിബ്, സഹിബ എന്ന് പറഞ്ഞാൽ സഹവസിക്കുക, സഹവസിച്ച കൂടെ സഹവസിക്കുന്ന ആൾക്കാണ് സാഹിബ് എന്ന് പറയുന്നത് ഭാഷാപരമായി. എന്നാൽ അതിന്റെ സാങ്കേതികമായിട്ടുള്ള അർത്ഥം സഹാബിയുൻ. ആരാണ് സഹാബി? സഹാബി ആരാണ്? സഹാബി സഹാബിയുൻ ജംഉഹു, അതിന്റെ ബഹുവചനമാണ് അസ്ഹാബുൻ. ആരാണ് സഹാബി? സഹാബി എഴുതിക്കോ. മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ കുല്ലു മൻ ലഖിയ അൻ-നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു മൻ ലഖിയ അൻ-നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനം ബിഹി വമാത അലൽ ഇസ്ലാം ومات على الإسلام كل من لقي النبي صلى الله عليه وسلم مؤمنا به ومات على الإسلام. ഇത് ഇബ്നു ഹജർ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുള്ള നിർവചനമാണ്. ഇബ്നു ഹജറുൽ അസ്കലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുള്ള നിർവചനമാണ്. എന്താ അതിന്റെ അർത്ഥം? കുല്ലു മൻ ലഖിയ, കണ്ടുമുട്ടിയ എല്ലാവരും. ആരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയ എല്ലാവരും. എങ്ങനെ കണ്ടുമുട്ടണം? മുഅ്മിനം ബിഹി, അദ്ദേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട്. വമാത അലൽ ഇസ്ലാം, മുസ്ലിമായി മരണപ്പെട്ടു പോവുകയും ചെയ്ത എല്ലാവർക്കും പറയുന്ന പേരാണ് സ്വഹാബി എന്നത്. ഇത് പഠിച്ചു വെക്കണം. കുല്ലു മൻ ലഖിയ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയ ഓരോരുത്തരും. അത് പറഞ്ഞാൽ പൂർത്തിയാവില്ല. കാരണം അബൂജഹലും ഉത്ബത്തും ഇവരൊക്കെ നബിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്, നബിന്റെ കൂടെ സാവസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വഹാബിയാവോ? അല്ല. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? മുഅ്മിനം ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹവസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പറഞ്ഞാൽ പോരാ, അത് പറഞ്ഞിട്ട് നിർത്താനും പറ്റില്ല. കാരണം പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയിട്ടുണ്ട്, സഹവസിച്ചിട്ടുണ്ട്.
വിശ്വാസം സ്വീകരിച്ചിട്ടുണ്ട്, എന്നാൽ പിന്നെ മുർത്തദ്ദായിട്ട് മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് അത് പൂർത്തിയാക്കി തന്നെ പറയണം, വമാത അലൽ ഇസ്ലാം, മുസ്ലിമായി മരിച്ചു പോവുകയും ചെയ്യണം. അവരാണ് സ്വഹാബികൾ. അത് അവർക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും മുസ്ലിമായിക്കൊണ്ട് മരിച്ചു പോവുകയും ചെയ്യുന്നവർക്ക് സ്വഹാബികൾ എന്ന് പറയുന്നു. ഇതാര് പറഞ്ഞ നിർവചനാണ്? ഇബ്നു ഹജറുൽ അസ്കലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇതേപോലെ തന്നെ നിർവചനം പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. മൻ സ്വഹീബ, അവിടെ സ്വഹീബ എന്നാണ് പ്രയോഗിച്ചത്. മൻ സ്വഹിബൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹവസിച്ചു. ഔ റആഹു, അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടു. കണ്ണുകൊണ്ട് കാണണമെന്നില്ല, അവിടെ ലിഖാ ആണ് നമ്മൾ നേരത്തെ എഴുതിയില്ലേ. മൻ ലഖിയ, ഇവിടെ റഅ. അപ്പൊ അബ്ദുല്ലാഹിബിൻ മക്തൂമിനെ പോലുള്ള അന്ധന്മാർ നബിയെ കണ്ടിട്ടില്ല, പക്ഷെ നബിന്റെ സഹവാസം ഉണ്ടായിട്ടുണ്ട്. അവരും സഹാബികൾ തന്നെയാണ്. ഇമാം ബുഖാരി പറഞ്ഞ നിർവചനാണിത്. മൻ സ്വഹിബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹവസിച്ചു. ഔ റആഹു, അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടു. മിനൽ മുസ്ലിമീന, മുസ്ലിങ്ങളിൽ നിന്നും. ഫഹുവ മിൻ അസ്ഹാബിഹി, അവരൊക്കെ അദ്ദേഹത്തിന്റെ സഹാബികളാണ്. അത് ഇമാം ബുഖാരി പറഞ്ഞതാണ്. മറ്റത് ഇബ്നു ഹജർ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞ പല നിർവചനങ്ങളുണ്ട്, നമ്മളത് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അവരാണ് സ്വഹാബി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും. ഇല്ലെങ്കിലോ അവര് സ്വഹാബിയായിട്ട് പരിഗണിക്കപ്പെടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ട്, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല. മുഅ്മിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ലെങ്കിൽ അയാളെ സ്വഹാബി എന്ന് പറയാൻ പറ്റുമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ട്, മുഅ്മിനാണ്, മുത്തഖിയാണ്. സ്വഹാബി എന്ന് പറയാൻ പാടുണ്ടോ? പറയാൻ പറ്റുമോ? ഇല്ല. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഉവൈസുൽ ഖർനി. ഉവൈസുൽ ഖർനി, ഉവൈസുൽ ഖർനി, അദ്ദേഹം ആ പേര് എഴുതി വെച്ചോ, ഉവൈസുൽ ഖർനി. ഉവൈസ് ഹംസയാണ്, അലിഫ്. ഉവൈസ് അൽ ഖർനി, ഫാ ഖാഫ്. ഉവൈസുൽ ഖർനി, അദ്ദേഹം നബിയുടെ കാലത്ത് ജീവിച്ച ആളാണ്, യമനില്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഖൈറു താബിഈൻ എന്നുള്ളതാ, സഹാബി എന്നല്ല പറഞ്ഞു. പിന്നെ താബീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളെന്നാ പറഞ്ഞ, ഖൈറു താബിഈൻ. അതേപോലെ തന്നെ വേറെ ചിലർ കിബാറു താബിഈൻ. അദ്ദേഹം നബിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ്, പക്ഷെ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ചരിത്രം നല്ലൊരു ചരിത്രമാണ്. വളരെ സാധുവായൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബിയെ കാണാൻ സാധിക്കാതിരുന്നത് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് ബിർറ് ചെയ്ത്, പുണ്യം ചെയ്ത് ജീവിച്ചു. അവരെ വിട്ടുപോന്നാൽ അതവർക്ക് പ്രയാസമുണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് നബിന്റെ അടുക്കൽ വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ധാരാളം. ആ ചരിത്രം നമ്മൾ വേറെ പഠിക്കണം. ഇമാം മുസ്ലിമില് ഒരു ബാബ് തന്നെ കാണാം അദ്ദേഹത്തിന്റെ ഫദായിലുകൾ വിശദീകരിച്ചുകൊണ്ട്. ഫദായിലു ഉവൈസുൽ ഖർനി എന്ന് പറഞ്ഞിട്ടൊരു ബാബ് തന്നെ ഇമാം മുസ്ലിമിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ വേറെ പഠിക്കാം, നമുക്ക് സമയം കിട്ടുമ്പോൾ അത് പഠിക്കാം. അപ്പോൾ നമ്മളെ വിഷയമായിട്ട് ബന്ധപ്പെട്ടത് അദ്ദേഹം നബിന്റെ കാലത്ത് ജീവിച്ചു, പക്ഷെ അദ്ദേഹം അറിയപ്പെടുന്നത് താബിഈകളിലെ ഖൈർ, ശ്രേഷ്ഠതയുള്ളവൻ,
അവരുടെ നേതാവായിട്ടാണ്, താബി പണ്ഡിതന്മാരുടെ നേതാവായിട്ടാണ് അറിയപ്പെടുന്നത്, താബീങ്ങളുടെ കൂട്ടത്തിലെ നേതാവായിട്ട്, സ്വഹാബിയായിട്ടല്ല. അപ്പൊ ഈ ഒരു താരീഫ്, ഈ ഒരു നിർവചനത്തിൽ വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടണം, മുഅ്മിനാകണം, ഈമാനോടുകൂടി മരിക്കുകയും വേണം. ആ സഹവാസമുള്ള ആളുകൾ മാത്രമാണ് സ്വഹാബികൾ. അത് കുറെ വിഷയങ്ങൾ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഞാനത് കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല. ഉസൂലുസുന്നത്തി ഇൻദനാ, നമ്മുടെ അടുത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിത്തറ അല്ലെങ്കിൽ അടിസ്ഥാന തത്വങ്ങൾ, അടിസ്ഥാന നിയമങ്ങൾ, അത്തമസ്സുകു മുറുകെ പിടിക്കലാണ്, ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഏതൊന്നിലായിരുന്നോ, അവിടെ ബിമ അവരുടെ അഖീദ പെട്ടു, അവരുടെ അമാലുകളും, മൊത്തത്തിൽ അവർ ഏതൊന്നിലായിരുന്നോ അത് മുറുകെ പിടിക്കണം. വൽ ഇഖ്തിദാഉ ബിഹിം, ഇഖ്തദാ, ഇഖ്തദി, ഇഖ്തിദാ. ഇഖ്തിദാ എന്ന് പറഞ്ഞാല് അവരെ മാതൃകയാക്കുകയും ചെയ്യണം, അവരെ പിന്തുടരുകയും ചെയ്യണം, അവരെ മാതൃകയാക്കി പിന്തുടരണം. വെറും ഇത്തിബാ അല്ല. വൽ ഇഖ്തിദാഉ ബിഹിം, അവരെ മാതൃകയാക്കുകയും അവരെ പിന്തുടരുകയും ചെയ്യണം. രണ്ട് കാര്യങ്ങളാ പറഞ്ഞത്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ഏതൊന്നിലായിരുന്നോ അവരുടെ അഖീദ, അവരുടെ വിശ്വാസം, അവരെന്തൊന്നിലായിരുന്നോ അത് മുറുകെ പിടിക്കണം. അത് മാത്രം പോരാ, അവരെ മാതൃകയാക്കി അവരെ പിൻപറ്റുകയും ചെയ്യണം. കേരളത്തിലെ ഇന്നും പ്രധാനപ്പെട്ട ഒരു ചർച്ച സ്വഹാബത്തിനെ പിൻപറ്റണോ പിൻപറ്റണ്ടേ എന്നതിലാണ്. ഖുർആനും സുന്നത്തല്ലേ പിൻപറ്റാൻ പറഞ്ഞിട്ടുള്ളൂ, സ്വഹാബത്തിനെ പിൻപറ്റണം എന്നാണ് ആരാണ് പറഞ്ഞത് എന്നാ? ഖൗലു സ്വഹാബി ലൈസ ബിഹുജ്ജ, സ്വഹാബിയുടെ വാക്ക് ദീനിൽ തെളിവല്ല എന്ന ചില ഫിഖഹിന്റെ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് അവര് നല്ല പ്രസംഗം നടത്തലുണ്ട്. സ്വഹാബത്തിനെ പിൻപറ്റണം, അവരേതൊന്നിലായിരുന്നോ അത് മുറുകെ പിടിക്കുകയും ചെയ്യണം എന്നുള്ളത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിത്തറയാണ്. പിന്നെ അതില് ഒരാളെങ്ങനെ സംശയിക്കും? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒന്നാമത്തെ അടിത്തറയാണെന്ത്? ഒന്നാമത്തെ അടിസ്ഥാന ആശയം, ഒന്നാമത്തെ അടിസ്ഥാന സിദ്ധാന്തമാണെന്ത്? സ്വഹാബത്ത് ഏതൊന്നിലായിരുന്നോ ആ സ്വഹാബത്തിന്റെ അഖീദ, വിശ്വാസം മുറുകെ പിടിക്കുകയും അവരെ മാതൃകയാക്കി പിൻപറ്റുകയും ചെയ്യുക എന്നുള്ളത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒന്നാമത്തെ ഉസൂലാണ്. അപ്പൊ അതുപോലും നമ്മുടെ കേരളത്തിൽ ചില ആൾക്കാർക്ക് തിരിഞ്ഞിട്ടില്ല എന്നർത്ഥം. ഒന്നാമത്തെ ഉസൂല്, ഒന്നാമത്തെ അടിത്തറ സ്വഹാബത്തിനെ പിൻപറ്റുകയും അവരുടെ അഖീദ, അവരുടെ വിശ്വാസം മുറുകെ പിടിക്കുകയും ചെയ്യണമെന്നുള്ളതാ. പക്ഷെ അതിൽ പോലും നമുക്ക് തർക്കം തീർന്നിട്ടില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിത്തറയായി പറയുന്ന ഒന്നാമത്തെ കാര്യം തന്നെ അതാണ്. അതിൽ തന്നെ നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അത് തെളിവാക്കാൻ പറ്റുമോ, ഇത് തെളിവാക്കാൻ പറ്റുമോ, സ്വഹാബത്തിന്റെ ഇജ്മാ മാത്രല്ലേ തെളിവ്? അത് നമ്മൾ വേറെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. എന്താണെങ്കിലും ഒന്നാമത്തെ അടിത്തറ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. എന്താ? സ്വഹാബത്തിനെ പിൻപറ്റണം. പിൻപറ്റിയാൽ മാത്രം പോരാ,
അവര് ഏതൊന്നിലായിരുന്നു അത് തമസ്സുക്ക് എന്നാ പ്രയോഗിച്ചത്. അത് മുറുകെ പിടിക്കണം, മുറുക്കി പിടിക്കണം. സഹാബത്ത് ആരാന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു. ഈ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം 3 പ്രധാനപ്പെട്ട വീക്ഷണങ്ങളാണ് ഇന്ന് ലോകത്തുള്ളത്. 3 പ്രധാനപ്പെട്ട വീക്ഷണങ്ങളാണ് ഇന്ന് ലോകത്തുള്ളത്. ഒന്ന്, ഒരു വിഭാഗം അഹ്ലുൽ ഗുലാത്ത്, അഹ്ലുൽ ഗുലാത്ത്, ഐന് ഗൈന്, അഹ്ലുൽ ഗുലാത്ത്. അഹ്ലുൽ ഗുലാത്ത് ഒന്നാമത്തെ വിഭാഗം. അഹ്ലുൽ ഗുലാത്ത്, ഐന് ഗൈന്, ഗുലാത്ത് ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം അഹ്ല് ആളുകൾ. രണ്ടാമത്തെ വിഭാഗം അഹ്ലുൽ ജുഫാത്ത്, അഹ്ലുൽ ജുഫാത്ത്. രണ്ടാമത്തെ വിഭാഗം അഹ്ലുൽ ജുഫാത്ത്. മൂന്നാമത്തത് ഇത് രണ്ടിന്റെയും ഇടക്കുള്ള ബൈനൽ ഗുലാത്തി ബൈനൽ ജുഫാത്തി ഇടക്കുള്ള വിഭാഗം അഹ്ലുൽ വസ്ത്, അഹ്ലുൽ വസ്ത്. അങ്ങനെ മൊത്തത്തില് 3 നിലപാടുകളാണ് സ്വാമികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒന്ന് അഹ്ലുൽ ഗുലാത്ത്, അതിര് കവിഞ്ഞ ആൾക്കാര്, ഗുലുവ്, പൊക്കി 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 അതിര് വിട്ട ആൾക്കാര്. എന്താന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കാം. രണ്ടാമത്തെ വിഭാഗം അഹ്ലുൽ ജുഫാത്ത്, ഇവര് നേരെ തിരിച്ച് താഴ്ത്തി കെട്ടി എരപ്പാക്കി സാബികളെ, ഇവരാണ് അഹ്ലുൽ ജുഫാത്ത്. മൂന്നാമത്തെ വിഭാഗം അഹ്ലുൽ വസ്ത്. അഹ്ലുൽ വസ്ത് ആണെന്ത്? അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇഖ്തിദാഉ ബിഹിം. ഇത് കാണാതെ പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ ഞാനിത് ചോദിക്കും. ഉസൂലുസ് സുന്നത്തി ഇൻദനാ അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇഖ്തിദാഉ ബിഹിം. ഉസൂലുസ് സുന്നത്തി ഇൻദനാ അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇഖ്തിദാഉ ബിഹിം. ഇൻഷാ അല്ലാഹ് ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കും. വിഷയങ്ങൾ പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ ഞാനിത് ഓരോന്നും ചോദിക്കും. പദങ്ങൾ മനസ്സിലാക്കണം, ആശയങ്ങൾ മനസ്സിലാക്കണം. വിഷയങ്ങൾ പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതിന്റെ ഒരു ടെക്സ്റ്റ് ക്ലാസ് കേൾക്കുന്ന ആളുകളുടെ കയ്യിലുണ്ടാകണം, അവരെ എഴുതി വെക്കണം. ഇതൊരു പ്രസംഗം എന്നുള്ള രൂപത്തിൽ ഒരിക്കലും പോകില്ല. ആ ഒരു പ്രസംഗം കേൾക്കാൻ ആഗ്രഹിച്ചിട്ട് ആരും ഇതിന്റെ മുമ്പിൽ ഇരുന്നിട്ട് കാര്യമല്ല. എഴുതി വെച്ച് വിഷയങ്ങൾ നോട്ടാക്കി ആ രൂപത്തിൽ പഠിക്കാൻ ശ്രമിക്കുക. അള്ളാഹു ഇതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.